ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലണ്ടനിൽ നിന്നും വെറും 2-2.5 മണിക്കൂർ ട്രെയിനും പിന്നെ അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡർഡിൽ ഡോർ എന്ന് പറയുന്ന ഒരു സീ സൈഡിൽ എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ ഡർഡിൽ ഡോറിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ കാര്യത്തിൽ ഒരുങ്ങി ഇറങ്ങി പുറത്ത് എന്താണ് അവസ്ഥയെന്ന് നോക്കിയില്ല. നല്ല മഴ, അതുകൊണ്ട് തിരിച്ചു പോയിട്ട് കുടയൊക്കെ എടുത്തു. ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താവും അറിയത്തില്ല. വെതർ നോക്കിയില്ലായിരുന്നു. എന്തായാലും ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്താൽ പോകാതിരിക്കാൻ മേല. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. എനിക്കിപ്പോൾ സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതായത്, നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇങ്ങനെയാണല്ലോ എന്ന്. ഇവിടെയാണെങ്കിൽ ഇന്ന് ഇറങ്ങിയപ്പോഴത്തേണ്ട നല്ല ഒന്നാന്തരം മഴ. എന്താവും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ എടുക്കാനായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറി. ഇനി നമ്മളൊന്ന് കഴിക്കാനാണ് വന്നത്. കീർത്തിയാണെങ്കിൽ നമുക്ക് നല്ല പ്രൊഫഷണലായിട്ട് നമ്മുടെ ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. കഴിച്ചു നോക്കട്ടെ. Thank you. അപ്പോൾ വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. നമ്മൾ ലണ്ടനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമുക്ക് വൂളിൽ പോയി ഇറങ്ങി. പിന്നെ നമ്മൾ ബസ് എടുത്തിട്ട് വേണമായിരുന്നു പോകാൻ. പക്ഷേ നമ്മുടെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വൂളിന് പകരം പൂളിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് അവിടെ നിന്നൊരു വേറൊരു ട്രെയിൻ എടുത്ത് ബേർഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ് എടുത്തിട്ടാണ് ഇനി പോകേണ്ടത്. നിങ്ങളിതേ ഈ വീട് ശ്രദ്ധിച്ചോ? ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെ പുല്ലൊക്കെ മേഞ്ഞുണ്ടാക്കുന്ന വീടുകളില്ലേ, അങ്ങനത്തെ വീടുകളാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് അറിയത്തില്ല അതിൻ്റെ നിർമ്മിതികളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ അടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ നീളത്തിലുള്ള പുല്ലുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതുപോലത്തെ പുല്ലുകളാണോ എന്നറിയില്ല. അങ്ങനത്തെ സാധനമാണ് നമുക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. എന്നിട്ട് നല്ല സ്റ്റിക്കി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. നല്ല തിക്കായിട്ട് നല്ല ഭംഗിയുണ്ട്. പഴമയെ നിലനിർത്തുന്ന ഒരു രീതിയിലുള്ള വീടുകളൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ വീടുകളൊക്കെ കാണാൻ തന്നെ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുകയാണ്. ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. അതെ, ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. എന്നിട്ട് നമ്മൾ പിന്നെ പോകാനുള്ള സ്ഥലം നോക്കണം. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യുമോ എന്നറിയില്ല. എനിവേ, നമുക്ക് പോയി നോക്കാം.
പിടിച്ചതേ നമ്മൾ ഗുൽബർഗ് ഫോമിൽ വന്ന്, പക്ഷേ ഇവിടെ ഭയങ്കര വേവ്സ് ആയതുകൊണ്ട് ഇന്ന് ബോട്ടിംഗ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ബോട്ടൊന്നും കാണാനില്ല. പിന്നെ അവരുടെ ഓഫീസൊക്കെ മുഴുവൻ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കിത് ബോട്ടിംഗ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. സമ്മറാണെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ നേരത്തെ അല്ലേ, ഇച്ചിരി കൂടെ നേരത്തെ വന്നായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലുൽബർഗ് വന്നിട്ട് അവിടുന്ന് ബോട്ട് എടുത്തിട്ട് നമ്മുടെ ഡർഡിൽഡോർ പോയി കണ്ട് തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇനി നേരെ ഡർഡിൽഡോർ പോകണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വഴിയിലൂടെ ആ മല കയറിയിട്ട് വേണം അപ്പുറത്ത് ചെല്ലാൻ. അപ്പോൾ നല്ല ദൂരം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എനിവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഭയങ്കര വിൻഡിയാണ്, പിന്നെ ഡ്രിസ്ലിംഗ് ഉണ്ട്. എങ്ങനെയാവും അറിയില്ല, നമുക്ക് പോയി നോക്കാം.
അന്ന് പോയത് അതിലും ഭയങ്കര സ്റ്റീപ്പായിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കുറേ വണ്ടികളില്ലേ, അത് വേറൊരു സ്ഥലത്തൂടെ വരുന്നത് നമുക്കിവിടെ നേരെ വന്ന് എത്താം. ജസ്റ്റ് ഒരു ബോട്ടിങ്ങും ആകും, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് രണ്ടോറും കണ്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ അതൊരു തെറ്റായ തീരുമാനം ഓക്കെ ആയിരുന്നു, പക്ഷേ കാലാവസ്ഥ ഞങ്ങളെ സമ്മതിച്ചില്ല. എനിക്ക് ഇവിടെ വന്നു ഇനിയിപ്പോൾ നമ്മൾ ഡയറക്ടറിലോട്ട് ഇനി നടക്കാനുണ്ട്. ഇപ്പോൾ വന്നൊരു നല്ല രീതിയായിരുന്നു. മഴയുണ്ടായിരുന്നു, പിന്നെ നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ടയേർഡാകാൻ നോക്കുന്നു. ഡോറിൻ്റെ പുറകു വശത്ത് ആ കാണുന്ന ഈ മലയിൽ ഇതിൻ്റെ ഫ്രണ്ട് വശത്താണ് ഒരു കേവ് ഉള്ളത്. പുറകു വശം കണ്ടിട്ട് ആ രീതി ഇതുപോലൊക്കെ തോന്നില്ല. ഫ്രണ്ട് വശം എനിക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നല്ല കാറ്റാണ്. കാറ്റത്ത് ഇഷ്ടംപോലെ മണ്ണില്ലേ, മണ്ണിങ്ങനെ പറന്ന് വന്നിട്ട് കണ്ണിലും മൂക്കിലും വായിലും എല്ലാം പോയി. കീർത്തിയുടെ കണ്ണിൽ പോയി. കീർത്തി എൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചു. ഞാനിപ്പം കീർത്തിയെ തോപ്പിക്കാൻ പറ്റുന്നു. ചോദിച്ചു വന്നാണ്
നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വന്നതാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിരുന്നല്ലോ. സോ ഞങ്ങൾ താഴോട്ടൊന്ന് ഇറങ്ങാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. കുറേ പേരൊക്കെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കടൽ തീരത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി ടയേർഡായി. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെന്താ പറയുക, നമുക്കൊരു നല്ലൊരു പിക്ചർ എടുക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു മൂഡൊക്കെ അങ്ങോട്ട് പോയി. താഴോട്ട് ഇറങ്ങാനുള്ള പിന്നെ അതിനുള്ള എനർജി ഇല്ലായിരുന്നു. നമ്മൾ നേരിട്ട് ഇങ്ങോട്ടായിരുന്നു വന്നിരുന്നതെങ്കിൽ നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തേനായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നടന്നു മടുത്തു. പിന്നെ വന്നപ്പോൾ വെതറും കൊള്ളില്ല, പിന്നെ ആകെപ്പാടെ മഴ, പിന്നെ അതുകൊണ്ട് ഒരു എന്താ പറയുക, നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ടുള്ള കാര്യം നമുക്ക് അത്രയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എനിവേ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ മാനേജ് ചെയ്തു, പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് ഡർഡിൽ ഡോർ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ പോയതിൻ്റെ ആ സങ്കടവും വിഷമമൊക്കെ തീർക്കാൻ ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി,